Morning. Good morning, Good Miss. morning, Miss. Okay, good morning. Okay, Miss Maya. Good morning, team. Good morning, Miss. Okay, good morning, Anju. Okay, Needu, good morning. Lakshmi. തുടങ്ങാം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ്? ഓക്കെ ആണോ? ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടോ പറയാനായിട്ട്? ഒന്നുമില്ല അല്ലേ? ഭക്ഷണമൊക്കെ കഴിഞ്ഞോ എല്ലാവരും? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ചോദിക്കാനില്ല അല്ലേ? മിസ് ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു കഴിച്ചു. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ബാക്കിയുള്ളവരെ ജോയിൻ ചെയ്യില്ലേ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് HRM നമ്മൾ തീർത്തിരുന്നു. മൊഡ്യൂൾ 5 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു. മൊഡ്യൂൾ 6 പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ നമ്പർ 1 ആണ് കേട്ടോ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമില്ല, നേരിട്ട് ചാപ്റ്ററിലോട്ട് കടക്കാം അല്ലേ? ഓക്കെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിപ്ലോമയിലും പഠിച്ചിട്ടുണ്ട്. കുറച്ച് ഇപ്പൊ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ അടുത്ത് പഠിക്കാനായിട്ടോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് ജസ്റ്റ് ഞാനൊരു സൂചന തന്നിരുന്നു അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ ചെക്കിംഗ് ആൻഡ് റിവ്യൂവിംഗ് ഹൗ എ കമ്പനി മാനേജസ് ഇറ്റ്സ് മെറ്റീരിയൽസ് അല്ലെ. നമ്മള് മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് സാധാരണ ഓഡിറ്റുകൾ നടത്താറുണ്ട് അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റുകൾ നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ട് നടത്തുന്നത് അതായത് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ, അത് എല്ലാവിധ റൂൾസും റെഗുലേഷൻസ് ഒക്കെ അവർ പാലിക്കുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ എന്തൊക്കെയാണ് അല്ലെ. അങ്ങനെ എല്ലാ ആ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഓപ്പറേഷൻസുമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ അതിന്റെ ബിസിനസ് അതിന്റെ സംവിധാനങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്യുക, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ അതിലെന്ന് പറയുമ്പോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള കൺട്രോൾസും ഓപ്പറേഷൻസും അങ്ങനെ എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഓഡിറ്റ് നടത്തുന്നത്. ഓഡിറ്റിലൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് വായിക്കാം. ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇന്റേണൽ എടുത്തു പറയാൻ കാരണം? രണ്ട് ടൈപ്പ് ഓഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഇന്റേണൽ ഓഡിറ്റ്, രണ്ട് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ എന്ന് പറയാൻ കാരണം എന്താണ്? അത് ആ ഒരു സ്ഥാപനത്തിനകത്ത് തന്നെ നടത്തുന്ന അല്ലെങ്കിൽ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് പറയാം, പിന്നെ മനസ്സിലാവും. അതെന്റെ പറയാം ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ഓക്കെ കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് is a department or an organization of people within a company that is tasked with providing unbiased independent reviews of systems.
അപ്പോ internal audit എന്ന് പറഞ്ഞാൽ it is a department or an organization of people within a company that is tasked with providing unbiased independent reviews of system, business organizations and processes. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്നാണ് പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിക്കകത്ത് അല്ലെ, വിത്തിൻ ദ കമ്പനിയാണ് അല്ലെ, ഒരു കമ്പനിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ അല്ലെ, ആളുകളുടെ ഒരു സംഘടന എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഇന്റേണൽ ഓഡിറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതെന്താണ്? അത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ആ ഒരു കമ്പനിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ അല്ലെ, ആളുകളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സംഘടനയാണ് അല്ലെ. എന്താണ് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? ആ ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? Okay, that is tasked with providing unbiased independent reviews of systems, business organizations and processes. ആ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങള്, അതിന്റെ ആക്ടിവിറ്റീസ്, അവിടുത്തെ സംവിധാനങ്ങള്, അവരുടെ ബിസിനസ് ഓപ്പറേഷൻസുകള്, പ്രോസസ്സുകള്, അതിനെയൊക്കെ വളരെ നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ വിലയിരുത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ, ആളുകളുടെ ഒരു കൂട്ടായ്മ, സംഘടന, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഒരു കമ്പനിക്കകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇന്റേണൽ എന്ന് പറയാൻ കാരണം. ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ, ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്, സംഘടനയാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ആ ഒരു ബിസിനസ് ഓപ്പറേഷൻ, ആ സ്ഥാപനത്തിന്റെ ബിസിനസ് പ്രവർത്തനങ്ങള്, അവിടുത്തെ സംവിധാനങ്ങള് അല്ലെ, അവിടുത്തെ പ്രോസസ്സുകള്, അതിനെയൊക്കെ നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് വിലയിരുത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. നിഷ്പക്ഷമായിട്ട്, അൺബൈസ്ഡ് ആയിട്ട് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ ചെക്ക് ചെയ്യാണ് അവിടെ അല്ലെ, റിവ്യൂ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു എന്താണ് അൺബൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ ഇവാലുവേഷൻ നടത്തേണ്ടത്. നിഷ്പക്ഷമായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആരോടും പ്രത്യേകമായിട്ടൊരു ഫേവറിസം കാണിക്കാതെ, അല്ലെങ്കിൽ ചില ആൾക്കാരോട് കുറെ കൂടെ ഫേവറബിൾ ആയിട്ട് അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, ചില ആൾക്കാരെ തീർത്തും അവഗണിക്കാം, അങ്ങനെ ആവരുത്. ആ രീതിയിലല്ല, നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ ആരുടെയും പക്ഷം ചേരേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ആ ഒരു സ്ഥാപനത്തിന്റെ അടുത്തുള്ള പൊളിറ്റിക്സിന് സ്വാധീനിക്കപ്പെടാനും പാടില്ല. മനസ്സിലായി? ആരെങ്കിലും സ്വാധീനത്താല് അവർക്ക് അനുകൂലമാവുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താം, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇവാലുവേഷൻ നടത്തുമ്പോൾ അത് തികച്ചും എങ്ങനെയായിരിക്കണം? നിഷ്പക്ഷമായിട്ടുള്ള രീതിയില്, സ്വതന്ത്രമായിട്ടുള്ള രീതിയില് വിലയിരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇന്റേണൽ ഓഡിറ്റ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് മനസ്സിലായല്ലോ? അത് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് is a department of an organization of people within a company that is tasked with providing unbiased independent reviews of the system, business organizations and processes. ഇനി എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ എന്ന് പറഞ്ഞാല്? What is the role of this department? എന്താണ് റോൾ നോക്കിയേ? The role of internal audit is to provide senior leaders and governing bodies of an organization an objective source of information regarding the organization's risk, control environment, operational effectiveness, and compliance with the applicable laws and regulations. Okay. എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ? ഈ കമ്പനിയില് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനില് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ എന്താണ്? എന്താണ് അവരുടെ റോള്? അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ റിസ്കുകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനം അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ എൻവിയോൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത്, അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള അവരുടെ ഒരു അന്തരീക്ഷം അത് കൺട്രോൾ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഇഫക്റ്റീവ്നെസ് അല്ലെ, അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളുടെ ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കുന്നതിനും, പിന്നെ എന്താണ് ആ ഒരു സ്ഥാപനം എല്ലാവിധ ലോസും റെഗുലേഷൻസും
പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അതിന്റെ സീനിയർ ലീഡേഴ്സിന് അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡീസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്കറിയാം ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മുന്നോട്ട് നയിക്കുന്നത് അതിന്റെ ടോപ്പ് മാനേജ്മെന്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഗവേണിംഗ് ബോഡീസ് ഉണ്ട് അല്ലെ, അതിന്റെ ഭരണകർത്താക്കൾ, അവരാണ് ആ സ്ഥാപനത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അവരെന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പൊ വലിയൊരു സ്ഥാപനമൊക്കെ ആകുമ്പോൾ അതിന്റെ ഏറ്റവും താഴെ തട്ടുകളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അറിയണമെങ്കിൽ ഇന്ത്യയുടെ ഓഡിറ്റ് നടത്തിക്കൊണ്ട് മാത്രമാണ് അവർക്കത് അറിയാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സീനിയർ ലീഡേഴ്സും അവരുടെ ഗവേണിംഗ് ബോഡീസും ഒക്കെയാണ് ആ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്ക് അറിയണം ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അവിടുത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ, എല്ലാവിധ ലോസ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ, ഇനി ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ, എന്തെങ്കിലും ചാലഞ്ച് റിസ്കുകൾ അവിടെ ഉണ്ടോ, ഇതൊക്കെ അറിയണം അവർക്ക് അല്ലെ. അത് അവർക്ക് അതിന്റെ അത്തരം ഇൻഫർമേഷൻസ് ഈ പറയുന്ന സീനിയർ ലീഡേഴ്സിന് മറ്റ് ഗവേണിംഗ് ബോഡീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇതിനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും അവിടുത്തെ ഓപ്പറേഷണൽ ഇഫക്റ്റീവ്നെസ്സും അവിടുത്തെ എൻവയോൺമെന്റിനെ പറ്റിയിട്ടും അതുപോലെ ആ സ്ഥാപനം ലോസ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? സീനിയർ ലീഡേഴ്സിന്, ടോപ്പ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യാണ്. അതനുസരിച്ചിട്ടാണ് അവർ ആ ഒരു സ്ഥാപനത്തിനെ ഡയറക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അതാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ത്യയുടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ എന്താണ്? ആ സ്ഥാപനത്തിന്റെ സീനിയർ ലീഡേഴ്സിനും ഗവേണിംഗ് ബോഡീസിനും ആ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആണ്? ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ഓർഗനൈസേഷൻ റിസ്ക്, കൺട്രോൾ എൻവയോൺമെന്റ്, operational effectiveness and compliance with applicable laws and regulations. അല്ലെ, ഇതിനെ പറ്റി പറയുന്ന കാര്യങ്ങളെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിന്റെ സീനിയർ ലീഡേഴ്സിന് ഗവേണിംഗ് ബോഡീസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള റോളാണ് ഈ ഡിപ്പാർട്ട്മെന്റിന് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്തത് സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ആസ് ഇന്റേണൽ ഓഡിറ്റർ റിപ്പോർട്ട്സ് ടു സീനിയർ ലീഡർഷിപ്പ്, it is only appropriate that its activities are directed by the CEO or board of directors through its audit committee. Okay, നമ്മൾ പറഞ്ഞല്ലോ ഇന്റേണൽ ഓഡിറ്റ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരുടെ അടുത്താണ്? സീനിയർ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ ഗവേണിംഗ് ബോഡീസ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിന്റെ അടുത്താണ് ഇന്റേണൽ ഓഡിറ്റ് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്നതുപോലെ ആ ഒരു സ്ഥാപനത്തിന്റെ ആക്ടിവിറ്റീസുകളെല്ലാം തന്നെ ഡയറക്ട് ചെയ്ത് അല്ലെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? അതിന്റെ സിഇഒ, അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെയാണ് അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെയാണ് ആ ഒരു സ്ഥാപനത്തിന്റെ ആക്ടിവിറ്റീസുകളെല്ലാം തന്നെ പ്രവർത്തനങ്ങളെയൊക്കെ ഡയറക്ട് ചെയ്ത് പോകുന്നത്. അവര് ഇത്തരം പ്രവർത്തനങ്ങൾ ഡയറക്ട് ചെയ്തത് എന്തിലൂടെയാണ്? ത്രൂ ഇറ്റ്സ് ഓഡിറ്റ് കമ്മിറ്റി. അതിലൂടെയാണ് ഓഡിറ്റ് കമ്മിറ്റി വഴിയായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് ആരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ്? ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് കേട്ടോ. നമ്മള് ഡിപ്ലോമയിൽ ഫാർമസി പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് ഓഡിറ്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? സ്ഥാപനത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ റിവ്യൂ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നു? സീനിയർ ലീഡർഷിപ്പിന് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിഇഒ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സമർപ്പിക്കുന്നു. അതനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ആക്ടിവിറ്റീസിനെ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് പോകുന്നത്. ഇനി അടുത്തത് പറയുന്നത് members of internal audit must be independent of internal politics and unbiased to provide leadership with the
ഒബ്ജക്റ്റീവ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. ഇന്റേണൽ ഓഡിറ്റിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയായിരിക്കണം? അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സ്വതന്ത്രരായിരിക്കണം. ഇതുകൊണ്ടാണ് സ്വതന്ത്രരായിരിക്കുക എന്ന് പറയുന്നത് എന്താ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്? ദേ ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഇന്റേണൽ പൊളിറ്റിക്സ്. നമ്മൾ ഏതൊരു സ്ഥാപനത്തിന് വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പൊളിറ്റിക്സും കാര്യങ്ങളും ഉണ്ടാവും. പൊളിറ്റിക്സ് മീൻസ് നമ്മളിപ്പോ പ്രത്യേകിച്ച് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, പ്രൈവറ്റ് ഫേമുകളില്, ഈവൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോലും എന്തുണ്ട്? ഇന്റേണൽ ആയിട്ടുള്ള പല പൊളിറ്റിക്സും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അതായത് പല കാര്യങ്ങളും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചില ആൾക്കാർക്ക് നല്ലതാണ്, ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ കുറെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടായിരിക്കും. അപ്പോ ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, they are not influenced by the internal politics. യാതൊരു തരത്തിലുള്ള ഇന്റേണൽ പൊളിറ്റിക്സിന് സ്വാധീനപ്പെടുന്ന ആളുകളാവരുത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം, ചില ആളുകൾ അവഗണിച്ച് ചെയ്യാം, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു എക്സാമിന് ഇവാലുവേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ അത് തികച്ചും എന്തായിരിക്കണം? അൺബൈസ്ഡ് ആയിട്ട് നിഷ്പക്ഷമായിട്ടായിരിക്കണം. ആരുടെയും പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല. സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലാണ് അവര് ഇവാലുവേഷൻ നടത്തുക. അങ്ങനെയുള്ള ആളുകളായിരിക്കണം എവിടെ ഉണ്ടാകുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ഓഡിറ്റിലെ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ മാത്രമാണ് അവർക്ക് നല്ലൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സ്ഥാപനത്തിന്റെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, under the direction of the audit committee, internal audit works with the management to systematically review, control activities over critical systems and processes. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ എന്താണ് നമ്മുടെ ഓഡിറ്റ് എന്ന് നമ്മൾ പറഞ്ഞ ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? സഹകരിച്ച് പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സിസ്റ്റമാറ്റിക്കലി റിവ്യൂ, കൺട്രോൾ ആക്ടിവിറ്റീസ് ഓവർ ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്. അതായത് ആ ഒരു എന്താ പറയാ ബിസിനസിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംവിധാനങ്ങള്, മറ്റ് പ്രോസസ്സുകള്, അതിന് എന്താണ് അതിനെയൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്യാനും റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഓഡിറ്റ് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇന്റേണൽ ഓഡിറ്റ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനോ? അല്ല, അവര് മാനേജ്മെന്റും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാവിധ സംവിധാനങ്ങളും പ്രോസസ്സുകളും ഒക്കെ റിവ്യൂ ചെയ്യുന്നത്. അവിടുത്തെ എൻവയോൺമെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അവര് രണ്ടു പേരും ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ്. ഇന്റേണൽ ഓഡിറ്റും മാനേജ്മെന്റും ചേർന്ന് പ്രവർത്തിച്ചിട്ട് ആരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്? നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ പഠിച്ചത് എന്താ? ഇന്റേണൽ ഓഡിറ്റ് എന്താന്ന് പഠിച്ചു, അതിന്റെ റോൾ എന്താന്ന് മനസ്സിലായി. ഇന്റേണൽ ഓഡിറ്റ് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? സീനിയർ ലീഡർഷിപ്പ് അല്ലെ, അഥവാ നമുക്ക് എന്ത് പറയാം, ഗവേണിംഗ് ബോഡീസിനാണ് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇന്റേണൽ ഓഡിറ്റിലെ മെമ്പേഴ്സ് എങ്ങനെയായിരിക്കണം? അൺബൈസ്ഡ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് നോക്കാം. The reviews performed by internal audit are often called internal audits. Underline ചെയ്യുക കേട്ടോ. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ്. The reviews performed by the internal audit are often called internal audits. ടെസ്റ്റ് ചേർക്കുന്നതിനുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ആണ്. അവര് നടത്തുന്ന ആ റിവ്യൂസ് ഉണ്ടല്ലോ, അവര് എടുക്കുന്ന അല്ലെങ്കിൽ അവര് കണ്ടെത്തുന്ന ആ റിവ്യൂസ്, അതിന് നമ്മൾ എന്ത് പറയുന്നു? ഇന്റേണൽ ഓഡിറ്റ്സ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇനി ഇന്റേണൽ ഓഡിറ്റ്സ് may be used to assess an organization's performance or the execution of a process against a number of standards, politics, metrics or regulations. ഇനി നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ്സ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം? ഓക്കെ, അതായത് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന റിവ്യൂസിനെ ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറയും. ഈ ഇന്റേണൽ ഓഡിറ്റ്സ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അസസ് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താം? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അത് വെച്ച് അസസ് ചെയ്യാൻ നോക്കി?
ഒന്ന് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ആണ്. പ്രധാനമായിട്ട് ആ സ്ഥാപനത്തിന്റെ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിലയിരുത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിലോ ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോസസ് അല്ലെ അഗെയിൻസ്റ്റ് എ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ്സ് പോളിസീസ് മെട്രിക്സ് ഓർ റെഗുലേഷൻസ്. അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകള്, പോളിസികള്, മെട്രിക്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾക്ക് അനുസരിച്ച് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് അവിടെ നടപ്പിലാക്കുന്നത്, ഏത് രീതിയിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പെർഫോമൻസ്, ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അത് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇന്റേണൽ ഓഡിറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് എന്തിനു വേണ്ടി, എന്തൊക്കെ കാര്യങ്ങൾ അസസ് ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിന് നമുക്ക് എന്തുത്തരം പറയാം, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു അസസ് ഓർഗനൈസേഷൻ പെർഫോമൻസ്. അല്ലെ, ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ നമുക്ക് അതിലൂടെ സാധിക്കും. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങള്, അവിടുത്തെ പ്രോസസ്സുകള് ഈ പറയുന്ന എല്ലാവിധ സ്റ്റാൻഡേർഡുകളും, പോളിസികളും, റെഗുലേഷൻസുകളൊക്കെ അനുസരിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്, ഇതൊക്കെ അസസ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്റേണൽ ഓഡിറ്റ്സിലൂടെ സാധിക്കും. ഓക്കെ, ഇനി എന്താണ്, അത് മാത്രമാണോ? അല്ല, പിന്നെ എന്താണ്, ദീസ് ഓഡിറ്റ്സ് മേ ഇൻക്ലൂഡ് എക്സാമിനിങ് എ ബിസിനസ് internal controls around the corporate governance, accounting, financial reporting, and IT general controls. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. These audits may include examining a business internal controls around corporate governance, accounting, financial reporting, and IT general controls. കണ്ടോ, അതായത് ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ്സില് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്, ആ ഒരു ബിസിനസിന്റെ കൺട്രോൾസ് അല്ലെ, ആ ഒരു ബിസിനസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങള്, പ്രത്യേകിച്ച് അറൗണ്ട് കോർപ്പറേറ്റ് ഗവേണൻസ്, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികള്, അതിന്റെ ഭരണ നേതൃത്വത്തില് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങള്, ഇന്റേണൽ ആയിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങള്, നിയന്ത്രണങ്ങള്, പിന്നെന്താണ് ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതുപോലെ IT ജനറൽ കൺട്രോൾസ് അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ, IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, ചുരുക്കി പറഞ്ഞാൽ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിനകത്ത് വരുന്നത്, എല്ലാം വരുന്നുണ്ട് അല്ലെ. ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അവരുടെ ആ ഒരു ഭരണ നേതൃത്വം, കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളും അതിന്റെ ആ ഒരു എഫിഷ്യൻസി, പിന്നെ നമ്മുടെ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് കാര്യങ്ങളും, പിന്നെ നമ്മുടെ IT സംബന്ധമായിട്ടുള്ള ജനറൽ കൺട്രോൾസുകൾ, അങ്ങനെ എല്ലാ മേഖലകളുടെയും പരിശോധന ഈ ഒരു ഓഡിറ്റിന്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെയോ ഇന്റേണൽ ഓഡിറ്റ്സ് മേ ആൾസോ റിക്വയർ ഇവാലുവേറ്റിംഗ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് എഫിഷ്യൻസി ഓഫ് ക്രിട്ടിക്കൽ ബിസിനസ് ഓപ്പറേഷൻ സച്ച് ആസ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മീൻസ് നമ്മൾ ഈ പഠിക്കുന്ന മെറ്റീരിയൽ മാനേജ്മെന്റ് തന്നെയാണ് കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ. ഒരു സ്ഥാപനത്തിന്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ് സംബന്ധമായിട്ടുള്ള അത്തരം ക്രിട്ടിക്കൽ ബിസിനസ് ഓപ്പറേഷൻസിന്റെ ആ ഒരു എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്, ഇതെല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇന്റേണൽ ഓഡിറ്റ് ഉപയോഗിക്കാം. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഇന്റേണൽ ഓഡിറ്റിനെ പറ്റി പഠിക്കുന്നത്. ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓഡിറ്റിന് കേൾക്കുമ്പോൾ നമുക്ക് കണക്കെടുപ്പ് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലോട്ട് വരും. പക്ഷെ അങ്ങനെയല്ല, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആ സ്ഥാപനത്തിന്റെ എല്ലാ മേഖലകളുടെയും ഇവാലുവേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ അക്കൗണ്ടിംഗ് ഉണ്ട്, അതുപോലെ ഇന്റേണൽ കൺട്രോൾസ് ഉണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്രിട്ടിക്കൽ ബിസിനസ് പ്രവർത്തനങ്ങളുടെ എഫിഷ്യൻസിയുടെ എക്സാമിനേഷൻ അല്ലെ, ഇവാലുവേഷൻ, ഇതെല്ലാം തന്നെ ഇന്റേണൽ ഓഡിറ്റിനകത്ത് കേട്ടോ, ഇന്റേണൽ ഓഡിറ്റിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചത്? ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതായത് ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ, അവിടുത്തെ സംവിധാനങ്ങളെ എല്ലാം തന്നെ നിഷ്പക്ഷമായിട്ട്, സ്വതന്ത്രമായിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കമ്പനിക്ക് അകത്ത് തന്നെ പ്രവർത്തിക്കുന്നത്, എടുത്തു പറയുന്നുണ്ടോ, കമ്പനിക്ക് അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരാളുകളുടെ കൂട്ടായ്മ, സംഘടന, അതിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ചെക്ക് ചെയ്ത് അതിന്റെ റിവ്യൂസ് ഒക്കെ തയ്യാറാക്കിയിട്ട് ആർക്ക് സമർപ്പിക്കണം? സീനിയർ ലീഡേഴ്സ് അഥവാ എന്താണ് ഗവേണിംഗ് ബോഡീസിനാണ് അവര് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് സിഇഒ മറ്റ് സീനിയർ ലീഡേഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ചെയ്യുന്നു. ആരിലൂടെ ഡയറക്റ്റ് ചെയ്യുന്നു? ഓഡിറ്റ് കമ്മിറ്റി വഴിയാണ്. കാരണം ഓഡിറ്റ് കമ്മിറ്റി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. അതനുസരിച്ച് അവർ റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നു? സീനിയർ ലീഡേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നു. ആ റിപ്പോർട്ടിന് പ്രകാരം അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് സിഇഒ അതുപോലെ നമ്മുടെ ഗവേണിംഗ് ബോഡീസ് ഒക്കെ ആ സ്ഥാപനത്തിന്റെ ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ചെയ്ത് അതിന് കൊണ്ടുവരും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞു the reviews performed by the internal audit is called internal audits എന്നാണ് പറയുന്നത് കേട്ടോ. ഓഡിറ്റ്സിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അസസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഈ ഓഡിറ്റിലെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുടെ ഇവാലുവേഷൻ ഉൾപ്പെടുന്നുണ്ട് എന്നൊക്കെ നോക്കി കേട്ടോ. വായിച്ചു നോക്കിക്കോ. വായിച്ചു നോക്കി കഴിയുമ്പോൾ ഒന്ന് പറയുന്നു കേട്ടോ. ഓക്കെയാണോ? വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വായിച്ചു. അത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. അടുത്തത് കേട്ടോ, those individuals working in internal audit are called internal auditors. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റില് പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ എന്താണ് പറയാ? ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് പറയാ കേട്ടോ. ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഇന്റേണൽ ഓഡിറ്റേഴ്സ് may cover all areas of an organization or specialize based on their skills. അപ്പോ നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയകളും അവർ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ഏരിയസിനെ കവർ ചെയ്തുകൊണ്ടാണ് അവരുടെ ഇവാലുവേഷനും മറ്റും കണ്ടക്ട് ചെയ്യുന്നത്. അതുകൂടാതെ അവരുടെ സ്കില്ലിനനുസരിച്ച് ചില ഏരിയകളെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ അവർ നടത്താറുണ്ട്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കാം? അതായത് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ് അതിനെയൊക്കെ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് അങ്ങനെയുള്ള ഏരിയകൾ കണ്ടെത്താനായിട്ട് അവര് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അവരുടെ സ്കില്ലുകളും അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. The aim of internal audits is to identify weakness within the organization process and control environment internally so that they can be fixed as quickly as possible to prevent harm to the organization or its stakeholders. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്ന സെന്റൻസ് ആണ്. നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിന്റെ എയിം എന്താണ്? എന്താണ് അതിന്റെ എയിം? ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഐഡന്റിഫൈ ദ വീക്ക്നെസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ എന്താ പറയുക പ്രോസസ്സുകളില് അല്ലെങ്കിൽ അവരുടെ എൻവിയോൺമെന്റുമായിട്ട് അവരുടെ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള വീക്ക്നെസ്സുകള്, പോരായ്മകള് എന്ന് വെച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ഏരിയകള് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. നല്ല രീതിയിൽ പോകുന്ന ഡിപ്പാർട്ട്മെന്റുകൾ കുഴപ്പമില്ല. അതേസമയം ഒരു സ്ഥാപനത്ത് പറയുമ്പോൾ അവിടെ വീക്ക് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഉണ്ടാവും, റിസ്ക് പിടിച്ച ഏരിയകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ഏരിയകൾ കണ്ടെത്തുക എന്നുള്ളതാണ്, അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റിന്റെ
ലക്ഷ്യമിടുന്നത് കേട്ടോ. ഓക്കെ, the aim of internal audit is to identify the weakness within the organization process and control environment internally. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റേണൽ ആയിട്ട് അത് കൺട്രോൾ ചെയ്യണം, അതിന് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം. So that they can be fixed as quickly as possible to prevent harm to the organization or stakeholders. അപ്പൊ നമുക്ക് ആ സ്ഥാപനത്തിന്റെ വീക്ക് ഏരിയകൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനും അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്, ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇനി അപ്പൊ അതനുസരിച്ച് എന്ത് വേണം, accordingly the internal audit plan for an organization should be driven by the risk basis, or in other words, be designed to examine those areas that present the greatest risk to the company. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വീക്ക് ആയിട്ടുള്ള ഏരിയകളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കണം. ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. ഈ പ്ലാൻ നമ്മൾ തയ്യാറാക്കുമ്പോഴും റിസ്ക് ആയിട്ടുള്ള ഏരിയകളെ ബേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയകളിലേക്കാണ്, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകളിലേക്കാണ്, ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഏരിയകളാണ്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കേണ്ടത്. കാര്യം അതാണ് നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ടത്. സോ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ അവിടെ തയ്യാറാക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, റിസ്ക് ബേസ് ചെയ്തിട്ട് വേണം എന്ത് തയ്യാറാക്കാൻ, ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കാൻ. അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസ്ക് ഏരിയകളെ റെക്ടിഫൈ ചെയ്യാൻ പാകത്തിന് വേണം നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ ഷുഡ് ആൾസോ ഇൻക്ലൂഡ് എ കമ്പോണന്റ് ഓഫ് ദ സ്ട്രാറ്റജിക് നീഡ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ ഒരു സ്ഥാപനത്തിന്റെ അവര് അക്വയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവര് നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന അവരുടെ നീഡ്സ്, അവരുടെ റിക്വയർമെന്റ്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ് ഇത് നടത്തുന്നത്, ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ ഇന്റേണൽ ഓഡിറ്റിന്റെ എയിം എന്താണ് അതിന്റെ എയിം എന്ന് പറഞ്ഞാല് ടു ഐഡന്റിഫൈ ദ വീക്ക്നെസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ പ്രോസസ് അല്ലെ. ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വീക്ക്നെസ്സുകള് അല്ലെങ്കിൽ അവരുടെ പോരായ്മകള് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യമിടുന്നത്. ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള റെമഡിയൽ ആക്ഷൻസ് എടുക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ ആണ് നമ്മൾ തയ്യാറാക്കണം. ഇനി ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, വീക്ക് ആയിട്ടുള്ള ഏരിയകള് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം, അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ റിക്വയർമെന്റ്സ്, അതിന് നേടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സും കൂടെ ഉൾപ്പെടുന്ന തരത്തില് അല്ലെങ്കിൽ നിറവേറ്റാൻ കഴിയുന്ന രീതിയിലും ആയിരിക്കണം നമ്മൾ ഇന്റേണൽ പ്ലാൻ തയ്യാറാക്കുക. ഓക്കെ, ക്ലിയർ? അയച്ചു നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ആണ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എന്താണ്? ഓക്കെ, നീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പോകണം കേട്ടോ, അതൊക്കെ മനസ്സിലാക്കി തന്നെ പോകണം. പിന്നീട് ഇതിന് ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം കേട്ടോ. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം കേട്ടോ.
ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഡോക്ടർ വെക്കാം, അത് റിപ്പോർട്ട് കൊടുക്കുന്ന സീനിയർ ലീഡേഴ്സിനാണ്. അവരുടെ റോൾ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ എയിം എന്താണ്. എയിം എന്താണ്? സ്ഥാപനത്തിന്റെ വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ എയിം കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇന്റേണൽ ഓഡിറ്റ്സ് അവര് പെർഫോം ചെയ്യുന്ന, അവര് നടത്തുന്ന റിവ്യൂസിന് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ്സ് എന്നാണ് പറയുന്നത്. ടെസ്റ്റ് ചേർക്കുന്നൊന്നുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇന്റേണൽ ഓഡിറ്റിലെ മെമ്പേഴ്സിന് നമുക്ക് എന്ത് പറയാം? ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് നമ്മൾ അവരെ പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞത്? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അൺബൈസ്ഡ് ആയിരിക്കണം, they are not influenced by the internal politics കേട്ടോ. യാതൊരു പൊളിറ്റിക്സിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകൾ ആയിരിക്കരുത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് നീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എന്താണ്? ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യമുണ്ടോ ഒരു സ്ഥാപനത്തിന്? എന്താണ് അതിന്റെ ആവശ്യം? ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുണ്ട് അല്ലെ. എന്താണ് ആവശ്യം നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് made the executives of publicly traded companies legally responsible for the accuracy of its financial statements and the internal controls over financial reporting. Okay, ഒന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ്സിന്, എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതിന്റെ ടോപ്പ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ, സിഇഒ, അതുപോലെ ഗവേണിംഗ് ഓഫീസർ, സീനിയർ ലീഡർഷിപ്പ് അല്ലെ, അതിൽ നിന്നൊക്കെ പറഞ്ഞാൽ അവരാണല്ലോ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ പബ്ലിക്കലി ട്രേഡഡ് കമ്പനികളിലേക്ക് എക്സിക്യൂട്ടീവ്സിനെ അത് കൂടുതൽ റെസ്പോൺസിബിൾ ആക്കി മാറ്റും, ലീഗലി റെസ്പോൺസിബിൾ ആക്കി മാറ്റും. എന്ത് കാര്യത്തില്? ഫോർ ദ ആക്യുറസി ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ഇനി സാമ്പത്തിക കാര്യങ്ങളിനേക്കാൾ ഉപരി അതിനേക്കാൾ ഉപരി ആ സ്ഥാപനത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ കൃത്യത ഉറപ്പുവരുത്തുന്നതില് എക്സിക്യൂട്ടീവ്സിനൊക്കെ കുറെ കൂടെ ലീഗലി റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നു. എന്ത് മാറ്റുന്നു? ഇന്റേണൽ ഓഡിറ്റ് അതിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ്സിനെ സഹായിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ കുറെ കൂടെ എക്സിക്യൂട്ടീവ്സ് അത് റെസ്പോൺസിബിൾ ആയിരിക്കും അല്ലെ. ആ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് എക്സിക്യൂട്ടീവ്സിന് അത് കുറെ കൂടെ ലീഗലി റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നു അല്ലെ. ലീഗലി റെസ്പോൺസിബിൾ ആക്കി മാറ്റും. ഒന്നാമത്തെ കാര്യം. ഓക്കെ, അവരെത്രത്തോളം റെസ്പോൺസിബിൾ ആയാലാണ് ആ സ്ഥാപനം നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെ. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ്സ് ഫംഗ്ഷൻ പ്ലേ എ ക്രിട്ടിക്കൽ റോൾ ഇൻ ഹെൽപ്പിംഗ് എക്സിക്യൂട്ടീവ്സ് ടു റീച്ച് ദെയർ കൺക്ലൂഷൻസ്. അതെ, മറ്റൊരു കാര്യം എന്താണ്? ഇന്റേണൽ ഓഡിറ്റ്സ് ഹെൽപ്പ് ദ എക്സിക്യൂട്ടീവ്സ് ടു റീച്ച് ദെയർ കൺക്ലൂഷൻസ് അല്ലെ. എക്സിക്യൂട്ടീവ്സിന് അവരുടെ കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്നതിനായിട്ട് ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ്സ് സഹായിക്കുന്നുണ്ട്. കൺക്ലൂഷനിൽ എത്തിച്ചേരാന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യും അല്ലെ. അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത്? ഈ പറയുന്ന എക്സിക്യൂട്ടീവ്സിനാണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് മനസ്സിലാക്കിക്കൊണ്ട് എക്സിക്യൂട്ടീവ്സിന് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കും അല്ലെ. അവർക്കൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് അവരെ സഹായിക്കുന്നതും ഇത് തന്നെയാണ്, ഇന്റേണൽ ഓഡിറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഓൾസോ ഇന്റേണൽ ഓഡിറ്റ് എഫർട്സ് ടു ഐഡന്റിഫൈ breakdowns in internal controls അല്ലെ. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലെ ബ്രേക്ക് ഡൗൺസുകള്, പോരായ്മകള് അല്ലെങ്കിൽ വീക്ക്നെസ്സുകള് ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു, ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ സഹായിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? They help safeguard against potential fraud, waste or abuse and ensure compliance with the laws and regulations. അങ്ങനെ ആ ഒരു സ്ഥാപനത്തില് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫ്രോഡ് അല്ലെ, തട്ടിപ്പുകള് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബ്യൂസിങ്, എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ അതെല്ലാം ഇതിന്റെ ലോസ് റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോ ഇതൊക്കെ ഉറപ്പുവരുത്താനും ഈ പറയുന്ന തട്ടിപ്പുകൾ ആയിക്കോട്ടെ, മറ്റ് അബ്യൂസിങ് ആയിക്കോട്ടെ, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു, ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നു. അപ്പൊ അങ്ങനെ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക ആ സ്ഥാപനത്തിൽ വല്ല തട്ടിപ്പുകളോ മറ്റെന്തെങ്കിലും എന്താണ് തിരിമറികളൊക്കെ നടത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഓഡിറ്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് ഓഡിറ്റ് നടത്തുന്നത് എന്ന് പറയുന്നത്. സ്ഥാപനങ്ങളിൽ ചിലയിടത്തൊക്കെ എന്തായാലും 6 മാസത്തിൽ ഒരിക്കലും ഓഡിറ്റിംഗ് നടത്താറുണ്ട് അല്ലെ. ചില സ്ഥലങ്ങളിലൊക്കെ 3 മാസം ഓഡിറ്റിംഗ് നടത്തും. എന്തിനാ ഈ ഓഡിറ്റിംഗ് നടത്തുന്നത്? അവരെന്തെങ്കിലും തിരിമറികളോ തട്ടിപ്പുകളോ ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഓഡിറ്റിംഗ് നടത്തുന്നതിലൂടെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് അതിന്റെ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ what is the need of internal audit എന്ന് പറയുമ്പോൾ പോയിന്റുകൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇന്റേണൽ ഓഡിറ്റ് ദാറ്റ് എന്താണ് ദാറ്റ് മെയ്ഡ് ദ എക്സിക്യൂട്ടീവ്സ് legally responsible for the accuracy of its financial statements and internal controls. അല്ലെ, അതായത് ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇന്റേണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നതിന് അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നത് എക്സിക്യൂട്ടീവ്സിനെ ലീഗലി റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താണ്, they help the executives to reach their conclusion. എക്സിക്യൂട്ടീവ്സിന് ഒരു കൺക്ലൂഷന് എത്താനായിട്ട് ഇന്റേണൽ ഓഡിറ്റ് അവരെ സഹായിക്കുന്നു. പിന്നെ അടുത്തത് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ്സ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ബ്രേക്ക് ഡൗൺസ് ഇൻ ഇന്റേണൽ കൺട്രോൾസ് ഓഫ് ഓർഗനൈസേഷൻ. അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുടെ ബ്രേക്ക് ഡൗൺസുകൾ കണ്ടെത്താനായിട്ട് ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നു. പിന്നെന്താണ്, ഇന്റേണൽ ഓഡിറ്റ്സ് ഹെൽപ്സ് ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ പൊട്ടൻഷ്യൽ ഫ്രോഡ്, വേസ്റ്റ് ഓർ അബ്യൂസ് ആൻഡ് എൻഷുവർ കംപ്ലൈന്റ്സ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻ. അല്ലെ, എല്ലാവിധ ലോസ് ആൻഡ് റെഗുലേഷൻ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അതുപോലെ മറ്റെന്തെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫ്രോഡുകള് അല്ലെങ്കിൽ അബ്യൂസിന്, എക്സ്പ്ലോയിറ്റേഷൻ ഇവയിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വാല്യൂസ് ജനറേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ വിത്ത് ആൻ ഇന്റേണൽ ഓഡിറ്റ്. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ ഒരു ഓർഗനൈസേഷനിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ് എന്തൊക്കെയാണ് കേട്ടോ, മൂല്യങ്ങള്, വാല്യൂസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വാല്യൂസ് ആയിരിക്കും ആലോചിച്ച് നോക്കാം. ടെക്നിക്കലി internal audit is a cost center in a company. It does not generate revenue. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഓഡിറ്റിംഗ് ഒക്കെ നടത്താന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ശരിക്കും ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് കാര്യം അല്ലെങ്കിൽ നമുക്ക് എന്ത് ജനറേറ്റ്, അതിന്റെ റവന്യൂ ഒന്നും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, വരുമാനം ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? However, a good internal function can be profoundly important to the survival and prosperity of any organization. അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന് സർവൈവ് ചെയ്ത് കൊണ്ടുവരാനും അതുപോലെ അതിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഒരു നല്ല ഇന്റേണൽ ഓഡിറ്റ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. നല്ലൊരു ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷനിലൂടെ മാത്രമാണ് നമുക്കിപ്പോ ഏതെങ്കിലും രീതിയിൽ എന്താണ് മോശമാകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തകരാറിലായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് നമുക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനും അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനൊക്കെ എന്ത് അത്യാവശ്യമാണ്? നല്ലൊരു ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല unlike external auditors, internal auditors look beyond the financial statement reporting risk to consider broader issues such as the organization's reputation, operational efficiency, strategic growth, and its impact on the environment, and the way it brings its employees. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ നമ്മളൊന്ന് ആലോചിക്കും, ഇപ്പോ ഇന്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ആ കമ്പനിയുടെ ഭാഗം തന്നെയാണ്, അല്ലെ? ആ കമ്പനിയുടെ പാർട്ട് തന്നെയാണ് അവര്. തീർച്ചയായിട്ടും ആ കമ്പനി ഏറ്റവും നല്ല രീതിയിൽ പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. കാര്യം എന്താണ്? അവര് കമ്പനിയുടെ ഭാഗം തന്നെയാണ്, അല്ലെ? അപ്പൊ അവര് അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഓഡിറ്റിംഗും കാര്യങ്ങളും ചെയ്യാം. അപ്പൊ അവര് വെറും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവർ ഫോക്കസ് ചെയ്യാം. ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയകളും അവർ കവർ ചെയ്യും. ബിക്കോസ് അവര് അവരുടെ ആ സ്ഥാപനത്തിന്റെ ഭാഗമാണ്, അല്ലെ? ആ സ്ഥാപനത്തിന് എത്രത്തോളം നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ഇവർക്കും ലഭിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് എന്ന്
എന്ന് പറയുമ്പോൾ അവർ ആ സ്ഥാപനത്തിന്റെ ഭാഗമൊന്നും അവര് പുറമേ നിന്ന് വരുന്ന ആളുകളാണ്. അവരുടെ ഒരു ഡ്യൂട്ടി അവർ ചെയ്യുന്നു. അവരെന്ന് പറയുമ്പോൾ ആകെ എന്തിനു മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഓഡിറ്റ് നടത്തുള്ളൂ. കണക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് മാത്രമേ അവർ നോക്കുള്ളൂ. കാരണം അവർക്ക് അതിന്റെ ആവശ്യമുള്ളൂ. എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആണ്. അവർക്ക് ചിലപ്പോൾ ആ സ്ഥാപനമായിട്ട് വേറെ കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേസമയം ഇന്റേണൽ ഓഡിറ്റേഴ്സ് അങ്ങനെയായിരിക്കും ഇല്ല. അവര് ആ സ്ഥാപനത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവർക്ക് ആ സ്ഥാപനത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്റേണൽ ഓഡിറ്റേഴ്സ് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടിംഗ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ അല്ലെ, അതിന്റെ ആ ഒരു അതൊക്കെയാണ് അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പഠിക്കുന്ന വാല്യൂസ് ജനറേറ്റഡ് ബൈ ദി ഇന്റേണൽ ഓഡിറ്റർ ആണ് അല്ലെ. ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ ആണ് അല്ലെ. ആ സ്ഥാപനത്തിന്റെ പ്രശസ്തി, അവരുടെ റെപ്യൂട്ടേഷൻ, അതുപോലെ അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആ ഒരു കാര്യക്ഷമത. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതൊരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ്, അത് പൊതുജനങ്ങൾക്ക് സേവനം കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ സേവനങ്ങളിൽ എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട്, അതുപോലെ അവരുടെ ഗ്രോത്ത്, പിന്നെ അവർക്ക് എത്രത്തോളം എൻവിയോൺമെന്റിൽ അതിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, എത്രത്തോളം എൻവിയോൺമെന്റിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട്, ഏത് രീതിയിലാണ് അവർ അവരുടെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഈ പറയുന്ന എല്ലാ ഇഷ്യൂസിനും, ഈ പറയുന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസിനെയും ഒരു ഇന്റേണൽ ഓഡിറ്റേഴ്സ് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരുടെ ഇതിന് മാത്രമല്ല അവർ കൺസിഡർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് മാത്രമല്ല, ഈ പറയുന്ന ഓപ്പറേഷൻ എഫിഷ്യൻസി, അതിന്റെ ഗ്രോത്തും അതിന്റെ ഇമ്പാക്റ്റും, അതുപോലെ എംപ്ലോയീസ്, അങ്ങനെ പല വാല്യൂസും അത്രയും ബ്രോഡർ ആയിട്ടുള്ള പല മേഖലകളെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാ നല്ലൊരു ഇന്റേണൽ ഓഡിറ്റിങ്ങിലൂടെ നമുക്ക് ഈ പറയുന്ന നല്ല നല്ല വാല്യൂസും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥാപന സർവീസ് കൊടുക്കുക, അതിന്റെ ഒരു റവന്യൂ നേടുക, അത് മാത്രമല്ലല്ലോ, നമ്മള് കൊടുക്കുന്ന സേവനങ്ങളില് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതാണ് അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളില് അതിലൊരു ഇതുണ്ടാവണം, ഒരു ട്രാൻസ്പാരൻസി ഉണ്ടാവണം അല്ലെ. നല്ലൊരു സേവനങ്ങൾ കൊടുക്കാൻ സാധിക്കണം, അതിന്റെ റെപ്യൂട്ടേഷൻ, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന വാല്യൂസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ആണ് കേട്ടോ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്? ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്? പ്രധാനമായിട്ട് നിങ്ങൾക്ക് 5 ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഏതാണ്? 5 ടൈപ്പാണ്. ഫസ്റ്റ് വൺ ആ ഒരു ബോക്സിനകത്തുള്ളത് തന്നെയാണ് കംപ്ലൈന്റ്സ് ഓഡിറ്റ് കേട്ടോ. ഫസ്റ്റ് വൺ കംപ്ലൈന്റ്സ് ഓഡിറ്റ്, സെക്കൻഡ് വൺ എൻവിയോൺമെന്റൽ ഓഡിറ്റ്, തേർഡ് വൺ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ഫോർത്ത് വൺ ഓപ്പറേഷണൽ ഓഡിറ്റ്, ഫിഫ്ത് വൺ പെർഫോമൻസ് ഓഡിറ്റ്. എത്രയുണ്ട്? 5 ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഇമ്പോർട്ടന്റ് എടുത്ത് തന്നെ പഠിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ഭാഗങ്ങളുണ്ട്. 5 ടൈപ്പ്, ഓരോ ടൈപ്പും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഏതൊക്കെയാണ് 5 ടൈപ്പ്? കംപ്ലൈന്റ്സ് ഓഡിറ്റ്, എൻവിയോൺമെന്റൽ ഓഡിറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്. Okay, these are the different types of internal audit. കേട്ടോ. അത് നമുക്ക് വായിക്കാം. While a significant portion of internal audit covers the internal controls over financial reporting within the organization as they pertain to generally accepted accounting procedures, impact their financial statement. അവിടെ നിങ്ങൾ ഒരു അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. GAAP. GAAP എന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് എന്നാണ് കേട്ടോ. ലൈൻ ചെയ്ത് വെക്കാം. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് കേട്ടോ, GAAP. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഇന്റേണൽ ഓഡിറ്റ് പറഞ്ഞല്ലോ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങും, അത് ഈ പറയുന്ന GAAP, അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജനറൽ ഈ പറയുന്ന ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിച്ചുകൊണ്ട് എല്ലാവിധ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ ആ ഒരു കൺട്രോള് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ട്രാൻസ്പാരൻസി ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ,
Many organizations also recognize the need for other types of assessment or audit outside of accounting or finance. പക്ഷെ പല സ്ഥാപനങ്ങളും പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അതിനേക്കാൾ ഉപരി മറ്റു പല കാര്യങ്ങളും അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റുകൾ നടത്തുന്നുണ്ട്. അതാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. സം ഓഫ് ദീസ് കീ ഏരിയാസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? 5 ടൈപ്പ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 5 ടൈപ്പ് ഓഡിറ്റുകൾ നമുക്ക് പഠിക്കാം. ഓരോ ഓഡിറ്റും എന്താണ് അസസ് ചെയ്യുന്നത് എന്നതാണ് അവിടെ നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓരോ ഓഡിറ്റും എന്താണ് അവിടെ അസസ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചു പഠിക്കുക. ഫസ്റ്റ് വൺ എന്താണ്? കംപ്ലൈന്റ്സ് ഓഡിറ്റ് ആണ് അല്ലെ. എന്താണ് കംപ്ലൈന്റ്സ് ഓഡിറ്റ്? കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പാലിക്കാനുള്ളത്. കംപ്ലൈന്റ് അല്ലാത്ത, കംപ്ലൈന്റ് വേറെ, കംപ്ലൈന്റ്സ് വേറെ കേട്ടോ. കംപ്ലൈന്റ് എന്ന് വെച്ചാൽ പരാതിയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ അതിന്റെ സ്പെല്ലിംഗ്, ഇതിന്റെ രണ്ടിന്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, കംപ്ലൈന്റ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ കേൾക്കും കംപ്ലൈന്റ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പരാതി അനുസരിച്ച്, അതല്ല, കംപ്ലൈന്റ്സ് വിട്ട് പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ലേ കംപ്ലൈന്റ്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? അതായത് ആ ഒരു സ്ഥാപനം എല്ലാവിധ ലോസും റെഗുലേഷൻസും ഒക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റ്. അതാണ് എന്ത്? കംപ്ലൈന്റ്സ് ഓഡിറ്റ്. ഓക്കെ, അപ്പൊ നോക്കിയേ, കംപ്ലൈന്റ്സ് ഓഡിറ്റ് ഇവാലുവേറ്റ് കംപ്ലൈന്റ്സ് വിത്ത് ആപ്ലിക്കബിൾ ലോസ്, റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അണ്ടർലൈൻ ചെയ്യാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം. ഡാഷ് ഓഡിറ്റ്സ് ഇവാലുവേറ്റ് കംപ്ലൈന്റ്സ് വിത്ത് ആപ്ലിക്കബിൾ ലോസ്, റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഏത് ഓഡിറ്റ് ആണ്? കംപ്ലൈന്റ്സ് ഓഡിറ്റ്. ഓക്കെ, 5 ടൈപ്പിന് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കാം, സം ഓഫ് ദീസ് റെഗുലേഷൻസ് മേ ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദ കമ്പനീസ് ഫിനാൻഷ്യൽ വെൽബീയിങ്. അപ്പോ നമ്മൾ ഈ പറയുന്ന പല പോളിസികള്, പല റെഗുലേഷൻസുകൾക്ക് പല റെഗുലേഷൻസും ഉണ്ട് ഒരു കമ്പനി പാലിക്കേണ്ടതായിട്ടുള്ള. അതിനൊക്കെ എന്താണ്? ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്ഷേമത്തിനൊക്കെ അതിന് അത്തരം റെഗുലേഷൻസിന് വളരെയധികം പങ്കുണ്ട്. 1-2 എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. Failure to follow the law such as the FCPA Act. FCPA എന്ന് വെച്ചാൽ എന്താണ്? ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. അതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം. FCPA എന്താണ്? ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട്. കറപ്ഷൻ, അഴിമതി, അതായത് അഴിമതി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഇത് FCPA ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GDPR, അതായത് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ കേട്ടോ. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് റെഗുലേഷൻസുകളാണ്, ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളാണ് ഈ പറയുന്ന FCPA, ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട്. അതുപോലെ GDPR, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ കൂടുതലും എന്താണ്? നമ്മുടെ സിസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മൾ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ ഡാറ്റ വളരെയധികം പ്രൊട്ടക്ട് ചെയ്തിരിക്കും. എന്നുവെച്ചാൽ ഇപ്പോഴും നമ്മൾ ഈ ഡാറ്റകൾ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെഗുലേഷൻ ആണ് GDPR. അപ്പൊ ഇത്തരത്തിലുള്ള റെഗുലേഷൻസുകളൊക്കെ ഏതൊരു കമ്പനി പാലിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള റെഗുലേഷൻസ് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. That may result in millions of dollars in fines or preclude a company from doing the business in certain jurisdictions. അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ലോസും റെഗുലേഷൻസ് ഒക്കെ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിന് വലിയ വലിയ നഷ്ടങ്ങൾ വരുത്തും അല്ലെ. വലിയ വലിയ നഷ്ടങ്ങൾ വരുത്തുന്നത് മാത്രമല്ല, ചിലപ്പോ കമ്പനിക്ക് അവിടെ ലൈസൻസ് തന്നെ ഉണ്ടാവില്ല, പ്രവർത്തിക്കാൻ ലൈസൻസും കിട്ടില്ല. ചില ഏരിയകൾ നമുക്ക് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കില്ല. കാര്യം എന്താണ്? ലൈസൻസ് കിട്ടില്ല നമുക്ക്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? ഏതൊരു സ്ഥാപനവും പ്രവർത്തിക്കണമെങ്കിൽ എന്തായിരിക്കണം? ഈ പറയുന്ന പോളിസികളും ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ പാലിച്ചിരിക്കും. അത് പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അസസ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റ് ആണ് കംപ്ലൈന്റ്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലൈന്റ്സ് ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് കേട്ടോ. എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താന്ന് നോക്കിയേ, ഇറ്റ് അസസസ് ദ ഇമ്പാക്ട് ഓഫ് എ കമ്പനീസ് ഓപ്പറേഷൻസ് ഓൺ ദ എൻവിയോൺമെന്റ് കേട്ടോ. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ എൻവിയോൺമെന്റിലുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻവിയോൺമെന്റിൽ അതിന് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് വിലയിരുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിരിക്കാം. Environmental audits assess the impact of a company's operations on the environment. Environmental ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ്
അതിന്റെ പ്രവർത്തനങ്ങളുടെ ആ ഒരു ഇമ്പാക്ട്, സ്വാധീനം അത് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻവയോൺമെന്റൽ നടത്തുന്നത്. ഓക്കെ, they may also evaluate the company's adherence to the environmental laws and regulations. കേട്ടോ, അതുപോലെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ലോസും റെഗുലേഷൻസ് ഒക്കെ കമ്പനി പാലിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും നമ്മൾ ഈ ഒരു ഓഡിറ്റിലൂടെയാണ് കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കാനാവട്ടോ. സാധാരണ നിങ്ങളോട് ജനറൽ ആയിട്ട് ലോസും റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓഡിറ്റ് വെച്ച് കംപ്ലൈൻസ് ഓഡിറ്റ് പറയാം. അതേസമയം നിങ്ങളോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ് എൻവയോൺമെന്റൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരു കമ്പനി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ നടത്തുന്ന അസസ് ചെയ്യാൻ നടത്തുന്ന ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഉത്തരം ഏതാണ്? എൻവയോൺമെന്റൽ ഓഡിറ്റ് ആണ്. അതാണ് എൻവയോൺമെന്റൽ ഓഡിറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. നമുക്കൊരു 3 ടൈപ്പ് കൂടെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ IT സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും മറ്റും എന്താണ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് നിർവഹിക്കുന്നത്. ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻസ്, ആ ഓപ്പറേഷൻസിന്റെ ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി അത് അസസ് ചെയ്യുന്നതിനാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് നടത്തുന്നത്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു പെർഫോമൻസ് അത് അസസ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്നതാണ് പെർഫോമൻസ് ഓഡിറ്റ്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നേരിട്ട് അവസരം വെച്ചു. ഓക്കെ, ഇത്രയും ഭാഗങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. എന്തായാലും വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കണം. നമ്മൾ പഠിക്കുന്നത് അന്നത്തെ തന്നെ വായിച്ചു പോകാനായിട്ട് നോക്കാം കേട്ടോ. അതിന് അവസാനം വരുന്ന ബുദ്ധിമുട്ടാണ്. വൈകിട്ട് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്